നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുന്ന നേതാക്കൾ. എന്നെ തല്ലണ്ട, ഞങ്ങൾ നന്നാവില്ല എന്ന വാശി. സഹികെട്ട് മുട്ടുമടക്കുന്ന പാവം പ്രവർത്തകർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി ജന്മമെടുത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനാധിപത്യ ഭാരതത്തിൽ രാഷ്ട്രീയ പാർട്ടിയായി മാറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങളുടെ മനസ്സിൽ ഈ പാർട്ടി മായാതെ ഉറച്ചു നിൽക്കുന്നതിന് കൃത്യമായ കാരണവുമുണ്ട്. രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും സ്വന്തം പ്രയത്നങ്ങളിലൂടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മാതൃകകൾ മരണം വരെ തുടർന്നപ്പോൾ ആ ആശയങ്ങളും നിർദ്ദേശങ്ങളും അന്നത്തെ ഇന്ത്യൻ ജനത അളവില്ലാത്ത വിധത്തിൽ ഏറ്റുവാങ്ങി. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത വിധത്തിൽ വേരൂന്നിയ സന്ദേശങ്ങളായിരുന്നു ഗാന്ധിജിയും നെഹ്റുവും ജീവിതത്തിലൂടെ പകർന്നു നൽകിയത്. ആ ആശയങ്ങൾ ആർക്കും പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ ഇന്നും ഇന്ത്യയുടെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള മഹാപ്രസ്ഥാനം കാലാന്തരത്തിൽ പുതിയ നേതൃത്വങ്ങളിലൂടെ കൈമാറിയത് കോൺഗ്രസ് എന്ന ആശയത്തെ പോലും നശിപ്പിക്കുന്ന സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികളായാലും ഏത് സാമൂഹിക പ്രസ്ഥാനമായാലും അതിനെ നയിക്കുന്നവർ സ്വീകരിക്കുന്ന നിലപാടുകളും കാണിക്കുന്ന ഐക്യവുമാണ് ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ജനങ്ങളിൽ താല്പര്യമുണ്ടാക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിൽ കുറച്ചു കാലമായി എല്ലാ സീമകളും ലംഘിച്ചു നടക്കുന്ന ഗ്രൂപ്പുകളിലും പരസ്പരമുള്ള പോരുകളും ആ പാർട്ടിയെ വീണ്ടും നാശത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളിലാണ്. ദേശീയ തലത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തി രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെടും എന്ന് ആശങ്കയിലെത്തിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. എന്നാൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ശക്തമായ ആ പാർട്ടിയുടെ പേരുകൾ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും ഉറച്ചു നിൽക്കുന്നു എന്നത് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ. തകർന്നടിഞ്ഞു എന്ന് വിലയിരുത്തിയ ശോചനീയമായ സാഹചര്യത്തിൽ നിന്നാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാഹളം ഉയർത്തി കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർച്ചയിൽ മുഖ്യമായി പങ്കുവഹിച്ചത് എന്തൊക്കെ തരത്തിൽ പരാതികൾ പറഞ്ഞാലും രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവായിരുന്നു. സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജനങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമൊപ്പം തോളിൽ കൈയിട്ട് നീങ്ങാനും രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും രാഹുൽ ഗാന്ധി കാണിച്ച മനസ്സിന്റെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടമായത്. തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തിന്റെ ഭരണം കൈയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എങ്കിലും സർവ്വതും തങ്ങളുടെ കാൽച്ചുവട്ടിലാണ് എന്ന് അഹങ്കരിച്ച് ജനാധിപത്യവും ജനകീയതയും മറന്ന് ഭരണത്തിലിരുന്ന നരേന്ദ്രമോദിക്കും BJPക്കും കനത്ത ആഘാതം ഏൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നത് വാസ്തവം തന്നെയാണ്. കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ ഇന്ത്യ മുന്നണി ഭരണകക്ഷികൾക്കെതിരെ വലിയ താക്കീതായി വളർന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ പ്രതിപക്ഷ പാർട്ടികളുടെ വിജയത്തിന് പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത് 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിന്റെ ജനദ്രോഹ നിലപാടുകളായിരുന്നു. കേന്ദ്ര ഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരം ഇന്ത്യയിലെ സാധാരണ ജനങ്ങളിൽ പ്രകടമായി എന്നതും പ്രതിപക്ഷ നേട്ടത്തിന് കാരണമായി. ദേശീയ തലത്തിൽ കോൺഗ്രസിന് കാര്യമായ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുമ്പോഴാണ് കേരളത്തിൽ ആ പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും UDFും വലിയ തോൽവി ഏറ്റുവാങ്ങിയതാണ്. അങ്ങനെയാണ് 2 വട്ടം പിണറായിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അവസരമുണ്ടായത്. ഈ പരാജയങ്ങളുടെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരുകളും സ്ഥാനാർത്ഥി നിർണയങ്ങളിലും നടത്തിയ നേതാക്കളുടെ തെറ്റായ ഇടപെടലുകളും വാശിയും ഒക്കെയായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേനാൾ വരെ പരസ്പരം പോരടിക്കുകയും വീഴ്പലകൾക്ക് ശേഷം സ്റ്റേജിൽ കയറി കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെയും പ്രവർത്തകരെയും വഞ്ചിക്കുന്ന പ്രവർത്തന ശൈലിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തി തെളിയിച്ച് അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ പാർട്ടി നേതൃത്വം വയനാട്ടിലെ ബത്തേരിയിൽ ഒരു ക്യാമ്പ് നടത്തി. സാധാരണ പാർട്ടി ക്യാമ്പുകൾ പ്രവർത്തകരും നേതാക്കന്മാരും ഒരുമിക്കുന്നതിന്റെയും പുതിയ ആശയങ്ങളും നിലപാടുകളും കണ്ടെത്തുന്നതിന്റെയും വേദിയായിട്ടാണ് മാറാറുള്ളത്. എന്നാൽ വയനാട് ക്യാമ്പിൽ എത്തിച്ചേർന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആ ക്യാമ്പിലെ സമയവും പരസ്പര വൈരാഗ്യവും തീർക്കാനുള്ള അവസരമായിട്ടാണ് ഉപയോഗിച്ചത്. KPCC പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് സതീഷിനും 2 തട്ടിൽ നിൽക്കുന്നു എന്നത് വ്യക്തമായിരിക്കുന്നു. ഇതിനിടയിൽ സമവായത്തിന് ശ്രമം നടത്തേണ്ട 3ാം ഗ്രൂപ്പായ A വിഭാഗം നേതാക്കൾ കിട്ടിയ അവസരത്തിനൊത്ത് ഗ്രൂപ്പിന്റെ ശക്തി കൂട്ടാനാണ് ശ്രമം നടത്തിയത്. ഏതായാലും വയനാട് ക്യാമ്പും അതിനുശേഷം പാർട്ടിയിൽ നടക്കുന്ന തർക്കങ്ങളും വീഴ്പലക്കലുകളും പൊതുജനങ്ങൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കുന്നു.
ഇനിയും ഇത് തുടരാനാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അനുഭവിച്ചറിഞ്ഞ തോൽവിയുടെ കൈപ്പുനീർ വീണ്ടും കോൺഗ്രസ് നേതാക്കൾക്ക് കുടിക്കേണ്ടി വരും. ഇവിടെ പരസ്പരം ചെളി വാരിയെറിഞ്ഞ് രസിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ദേശീയ തലത്തിൽ എന്നതുപോലെ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പട്ടിണി കിടന്നു പോലും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ലക്ഷക്കണക്കിന് സാധാരണ പ്രവർത്തകരുണ്ട്. പാർട്ടിയിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല ആ പ്രവർത്തകർ കൊടി പിടിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും മതിൽ എഴുതാൻ ഓടി നടക്കുന്നതുമൊക്കെ. കയ്യിൽ കാശില്ലാതാകുമ്പോൾ ഭാര്യയുടെ കയ്യിലുള്ള സ്വർണം പണയപ്പെടുത്തി ജീവന് തുല്യം സ്നേഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിനിറങ്ങുന്ന സാധാരണ പ്രവർത്തകർ നേതാക്കൾ നടത്തുന്ന തോന്നിയാസങ്ങൾ കണ്ട് വീട്ടിലിരുന്ന് മൗനമായി കണ്ണീരൊഴുക്കുന്നുണ്ടാകും. കാരണം പാർട്ടി നേതാക്കൾ നേരെയാകും, പാർട്ടി ശക്തമാകും എന്നൊക്കെ ഓരോ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രവർത്തകർ കാണുന്നതും കേൾക്കുന്നതും അതിനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ശരീരത്തിനകത്ത് ഹൃദയം എന്ന ഒന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഓടിയെത്തുന്ന ആ പാവം പ്രവർത്തകരുടെ നെഞ്ചെടുപ്പ് ഒന്ന് നോക്കി കാണേണ്ടതുണ്ട്. അതല്ല എൻ്റെ അമ്മാവ എന്നെ തല്ലണ്ട, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന മരുമക്കളുടെ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാറുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കാണിക്കുന്ന ക്രൂരതയുടെ ഫലം നാളെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഉറപ്പ്. നന്ദി, നമസ്കാരം.